ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കോളേജുള്ള ദിവസമാണ്. ഞാനിപ്പോൾ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനിപ്പോൾ കോളേജിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ടാഗ് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടു, ഇതെപ്പോഴും മറന്നു. അതില്ലെങ്കിൽ കോളേജിൽ സീനാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എടുത്ത് കഴുത്തിലിട്ടു. ഇനി ബാക്കി ഞാൻ റെഡി ആയിട്ട് വരാം. സൺസ്ക്രീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതാരും മിസ് ചെയ്യരുത്. സൺസ്ക്രീൻ ഇടാനായിട്ട് കുറേ റൂൾസ് എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ ടൈമൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വാരി തേക്കാൻ ചെയ്യാം. ഈ പൗഡർ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാം. ഇഡ്ഡലി സാമ്പാർ. ഫുഡ് കഴിച്ചു. കുരുവൊക്കെ കൂടിയിട്ടുണ്ട് ഗൈസ്, ഇതുണ്ടോ? ഒന്ന് കുറഞ്ഞു വന്നായിരുന്നു, വീണ്ടും വന്നു. പച്ചമുന്തിരി ഞാൻ മുടി ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. എന്നുവെച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് ആണ് ഞാൻ പോയത്. നേരത്തെ ഇട്ട സൺസ്ക്രീനും പൗഡറൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, അപ്പോൾ പോയിട്ടില്ല. ബാക്കി ഇങ്ങനെ കിട്ടിയാൽ അല്ല നല്ലത്. എനിക്ക് ക്ലിപ്പ് വേണോ? വേണ്ടല്ലേ? സ്ലൈഡും കൂടെ കുത്തി കൊടുക്കാം. ആക്ച്വലി ടൈമുള്ളതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത്. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം ഒട്ടും തന്നെ കിട്ടാറില്ല. അതിനിപ്പോൾ കുറച്ചധികം ടൈം കിട്ടി. ഞാൻ കയ്യിലേക്ക് എടുക്കാം. ഇനി എങ്ങാനും ഫ്രീ ടൈം കിട്ടിയാലും എങ്ങാനും ബിരിയാണി കിട്ടിയാലും. ഓക്കെ ഗൈസ്, ഞാൻ റെഡിയായി. ഇനി നമുക്ക് കോളേജിലേക്ക് പോകാം. ഇനി എനിക്ക് വാപ്പച്ചിനെ വിളിക്കണം. വാപ്പച്ചിയാണ് കേട്ടോ എന്നെ രാവിലെ കൊണ്ടേ ആക്കാറ്. വാപ്പച്ചിനെ പെട്ടെന്ന് വിളിക്കട്ടെ. ഞാൻ എന്നിട്ട് ഈ ബാക്കി വീഡിയോ കാണിച്ചു. രാവിലെ 2 മണിക്കൂർ മാത്രമേ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു സെഷൻ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓർത്തപ്പോഴാണ് 1-2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് 2:15 ആകുമ്പോഴത്തേക്കും ക്ലാസ്സിൽ കയറാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളാണെങ്കിൽ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വിട്ടത്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, ഞാൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തി. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോസ് എടുക്കാൻ കുറച്ചൊക്കെ വിട്ടുപോയി. ഞാൻ പിന്നെ ഓർത്തപ്പോൾ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയതായിട്ട് ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു സെഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാനിന്ന് ക്ലാസ് കഴിഞ്ഞ് നേരത്തെ എത്തി. 4 മണിയായിട്ടുള്ളൂ. സോ അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് കാണാനില്ലേ. മാത്രമല്ല ഇന്ന് ഫ്രൈഡേ ആണ്. സോ ഞാൻ ഇനി പോയി ഫ്രഷ് ആവട്ടെ. ഒരു കോഫി എന്തെങ്കിലും കുടിക്കണം. ഭയങ്കര തലവേദനയുണ്ട്. ഇനി അപ്പോൾ പോയി ഫ്രഷായി വന്നിട്ട് കാണാം. ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. ഞാൻ വന്നതിന് പുറകെ തന്നെ നൂനും വന്നായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ ടെറസിൽ വന്നിരിക്കണേന്. ഇവിടെ വന്നിരുന്ന് ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണേന്. നൂനു ആണെങ്കിൽ ഓരോ കുരുത്തക്കേടൊക്കെ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കണേന്. ഇനി ഞാൻ കാണിച്ചു തരാം.
ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് താഴത്തോട്ട് ചാടും. എന്നിട്ട് അവിടെ ഇത്തിരി ഹൈറ്റ് കൂടുതലുള്ളതാണ്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കയറാൻ ശ്രമിക്കും. അതാണ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ടർ ഗൺ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ എന്തെങ്കിലും ബേർഡ്സൊക്കെ വന്നിരിക്കുമ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. കണ്ട ആ സ്റ്റെപ്പ് കയറി ഏറ്റവും പൊക്കത്ത് പോയി നോക്കാനുള്ള പ്ലാനാണ്. ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ വിചാരിച്ച് പോവുമെങ്കിലും ഈ ക്ലാസ് ടൈമിൽ നമുക്ക് ഒന്നാമത് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ കാണാണ്ടൊക്കെ ഇടയ്ക്ക് എടുക്കുമെങ്കിലും അങ്ങനെ വീഡിയോ എടുക്കാൻ ഇതൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ആണെങ്കിൽ അത് മറന്നും പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓർക്കണത്. അപ്പോൾ ഞാൻ ഓർക്കുന്ന ടൈമിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ മറന്നു, പിന്നെ ഇതാക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കാര്യമായിട്ട് ക്ലാസ് ഒന്നും എടുത്തില്ല. പോകുന്നു ക്ലാസ് ചെയ്യുന്നപ്പോൾ. സോ അങ്ങനെ ആയിരുന്നു ഇന്നത്തെ ദിവസം. ഇനി മൺഡേ ഓൺവേർഡ്സ് ഞങ്ങൾക്ക് എക്സാമാണ്, ഇൻറ്റേർണൽസ് തുടങ്ങും. അപ്പോൾ ഇനി അതിനുള്ള പ്രിപ്പറേഷൻസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ മടിയാവും കുറച്ച് കഴിയുമ്പോൾ. നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ പഠിത്തം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും. അത് ചെയ്താൽ പറ്റില്ല. ലാസ്റ്റ് സെമ്മാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് അത് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നോക്കാം, വരുന്നോട്ട് വെച്ച് കാണാം. രാത്രി ആയപ്പോഴേക്കും നമുക്കിവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. നാനിയമ്മയായിരുന്നു കേട്ടോ വന്നത്. എല്ലാവരും കൂടി വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് പുറത്തുനിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് എൻ്റെ നാനിയമ്മ, ഉമ്മയുടെ ഉമ്മി. സേ ഹായ്. ആൾക്ക് നാണം വന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ എല്ലാവരും കൂടി വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേരും ഉണ്ടല്ലോ, അതുകൊണ്ടിട്ട് വീണ്ടും വീഡിയോ എടുത്തതാണ്. അനുമാമാക്ക് 2 പിള്ളേരാണ് കേട്ടോ ഉള്ളത്. ഇതാണ് മൂത്തയാൾ. ഇവർ രണ്ടുപേരും ട്വിൻസാണ്. ഇതാണ് ഇളയത്. ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിലേ ഉള്ളൂ. എന്നാലും അവനെ ചിൽബു എന്നും ഇവനെ ചിന്നായി എന്നുമാണ് വിളിക്കുന്നത്. പക്ഷേ ചിൽബു അവൻ്റെ ഉമ്മീനെ പോലെയും ചിന്നായി അവൻ്റെ വാപ്പീനെയും പോലെയാണ് ഇരിക്കുന്നത്. രണ്ടുപേരും ഡിഫറൻസ് ഉണ്ട് കാണാനായിട്ട്. കുറച്ച് നേരം ഇവരുടെ കൂടെ കളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവർ പോകാനിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.